ഇന്ത്യക്കെതിരെ പ്രകോപന പരാമർശവുമായി പാക് പട്ടാള മേധാവി അസിം മുനീർ. സിന്ധു നദിയിൽ ഇന്ത്യ ഡാം പണിതാൽ തകർക്കുമെന്നും സിന്ധു നദി ഇന്ത്യയുടെ കുത്തകയല്ലെന്നും അസിം മുനീർ പറഞ്ഞു. ആണവായുധ രാജ്യമായ പാകിസ്ഥാൻ തകരുകയാണ് എന്ന് തോന്നിയാൽ ലോകത്തെ പകുതി രാജ്യങ്ങളെയും തകർക്കുമെന്നും അസിം മുനീർ ഭീഷണിപ്പെടുത്തി. അമേരിക്കയിലെ പാക് ബിസിനസ്സുകാർ ഒരുക്കിയ വിരുന്നിലാണ് അസിം മുനീറിന്റെ ഈ പരാമർശമുണ്ടായത്. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിലും തത്സമയം ചേരുകയാണ്. മധു, പാകിസ്ഥാൻ തകരുകയാണെന്ന് തോന്നിയാൽ മറ്റ് രാജ്യങ്ങളെ തകർക്കും, ഒരു പകുതിയോളം രാജ്യങ്ങളെ തകർക്കും, അതിനുശേഷം മാത്രമേ പാകിസ്ഥാൻ തകരുകയുള്ളൂ എന്നൊക്കെ ഏത് രീതിയിൽ, ഏത് ഘട്ടത്തിൽ, ഏത് സാഹചര്യത്തിലാണ് പാക് പട്ടാള മേധാവി അവിടെ പറഞ്ഞത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ദശാബ്ദങ്ങൾക്കായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശമാണ് ഒരു സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ലോക സമാധാനം എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് നൊബേൽ സമ്മാനമൊക്കെ ലക്ഷ്യമാക്കി ഒരു വശത്ത് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്ത് നിന്നുകൊണ്ട് അദ്ദേഹം താമസിക്കുന്ന മാഴലഗോ എന്ന് പറയുന്ന വസതിയുടെയൊക്കെ അടുത്ത് ഉള്ള മറ്റൊരു സ്ഥലമായ ഫ്ലോറിഡയിലെ ടാംബയിൽ നിന്നാണ് ഈ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത്. ആണവ ഭീഷണിയാണ് പാക് സൈനിക മേധാവി അസിം മുനീർ ഇന്നലെ രാത്രിയിൽ നടന്ന അത്താഴ വിരുന്നിൽ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണെന്നുള്ള കാര്യം മറന്നു പോകരുതെന്നാണ് ഇന്ത്യയോട് ഉള്ള ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നത്. ഇന്ത്യ ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൈനികപരമായ ഒരു നീക്കം നടത്തുവാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു രീതിയിലേക്ക്, ആ മേഖല ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ സൈനികപരമായിട്ട് താഴോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ പകുതിയും എടുത്തുകൊണ്ടേ പാകിസ്ഥാൻ പോകൂ എന്നുള്ളൊരു ഭീഷണിയാണ് അദ്ദേഹം പറയുന്നത്. ഒരു ബിസിനസ്സുകാരൻ ഒരുക്കിയ ഒരു അത്താഴ വിരുന്നാണ്. അദ്നാൻ അസാദ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം പാകിസ്ഥാന്റെ ഒരു നയതന്ത്ര പ്രതിനിധിയായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് കൂടാതെ സിന്ധു നദീജല കരാറിനെ പറ്റിയും പരാമർശിച്ചു. ഏതാണ്ട് 25 ലക്ഷം പേരെ പട്ടിണിയിലാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ ഒരു അണക്കെട്ട് ആ നദിയിൽ പണിയാൻ ശ്രമിച്ചാൽ ആ അണക്കെട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഏതാണ്ട് ഒരു 10 മിസൈൽ ഉപയോഗിച്ച് അത് നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കുമെന്ന് പറയുന്നു. ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഈ സിന്ധു നദി എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ ഈ അത്താഴ വിരുന്നിൽ അദ്ദേഹം കളിയാക്കുകയും ചെയ്തു. ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങൾ കാണിക്കുവാൻ അദ്ദേഹം വെല്ലുവിളിച്ചു. അങ്ങനെ നഷ്ടങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി പാകിസ്ഥാനുണ്ടായ നഷ്ടങ്ങൾ എന്താണെന്ന് പൊതുസമൂഹത്തിന് വെളിപ്പെടുത്താമെന്ന് അദ്ദേഹം പറയുന്നു. ജനറൽ മൈക്കിൾ പിള്ള എന്ന് പറയുന്ന ഒരു US സൈനിക കമാൻഡറിന്റെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു ഇവിടെ നടന്നത്. ഇതിൽ പങ്കെടുത്തത് മുഴുവൻ പാക് വംശജരാണെന്ന് അറിയാൻ സാധിച്ചു. തന്നെയുമല്ല, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിന്നർ ആയിരുന്നു. അതായത് സെൽഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളോ ഈ അത്താഴ വിരുന്നിൽ കൊണ്ടുവന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. പക്ഷേ ഈ പങ്കെടുത്തവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചൊക്കെയാണ് ദ പ്രിന്റ് എന്ന് പറയുന്ന മാധ്യമം ഈ വിവരം പുറത്തുവിട്ടത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായി ഇതിനോട് ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇത് കൂടാതെ ഇന്ത്യയുടെ സമ്പദ്ഘടനയും ഇദ്ദേഹം കളിയാക്കിയതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരു തിളങ്ങുന്ന മെഴ്സിഡസ് ബെൻസ് ആണെങ്കിൽ പാകിസ്ഥാൻ ചരല് കൊണ്ടുപോകുന്ന ഒരു ഡംപ് ട്രക്ക് ആണെന്ന് മറക്കരുത്. ഇടി കിട്ടേണ്ടി വന്നാൽ ബെൻസ് ആയിരിക്കും തകരുന്നത് എന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.